ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. എമ്പുരാന്റെ ഏറ്റവും പുതിയ വമ്പൻ ബോക്സ് ഓഫീസ് നേട്ടങ്ങളെ കുറിച്ചാണ് ഏറ്റവും പുതിയതായിട്ട് ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാനായിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടെ ആയിരുന്നപോലെ എമ്പുരാന്റെ പ്രീസെയിൽ ഒഫീഷ്യൽ കളക്ഷൻ പോസ്റ്റർ, ഈ കാണുന്ന പോസ്റ്റർ പുറത്തു വന്നത് 58 കോടി രൂപയ്ക്ക് മുകളിൽ സിനിമയുടെ ഓപ്പണിംഗ് വീക്കെൻഡ് പ്രീസെയിൽ കളക്ഷൻ എത്തപ്പെട്ടിരിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്ററിൽ ഉണ്ടായ റിപ്പോർട്ട്. പോസ്റ്റർ വന്ന മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അത് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ തരംഗമാകുകയും അതേസമയം മറ്റൊരു ഭാഗത്ത് വലിയ രീതിയിൽ അസ്വസ്ഥതയെല്ലാം തന്നെ ചില പ്രമുഖ ആരാധകരിൽ നിന്ന് പ്രകടമാകുന്ന കാഴ്ച ലാലേട്ടന്റെയും പൃഥ്വിരാജിന്റെയും കമന്റ് ബോക്സിൽ നിന്ന് വ്യക്തമായതാണ്. ഇതിനിടയിൽ 58 കോടി കടന്ന സിനിമ ഇപ്പോഴത്തെ ഏറ്റവും അവസാനം ഈ രാത്രി 7 മണിക്ക് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം 60 കോടി കളക്ഷൻ കടന്നിരിക്കുന്നു, 60 കോടി ഓപ്പണിംഗ് വീക്കെൻഡ് കളക്ഷൻ കടന്നിരിക്കുന്നു എന്നൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. അങ്ങനെ ആകെ മൊത്തത്തിൽ എമ്പുരാന്റെ ഒരു വൻ ബോക്സ് ഓഫീസ് തരംഗമാണ് സിനിമയുടെ റിലീസിന് മുന്നേ ആദ്യ പ്രതികരണങ്ങൾ വരുന്നതിന് മുന്നേ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. 60 കോടിയിലേക്ക് സിനിമയുടെ വേൾഡ് വൈഡ് പ്രീസെയിൽ എത്തപ്പെട്ടതോടെ ഈ 2025 വർഷത്തിലെ നിലവിലെ ഏറ്റവും ഉയർന്ന വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുക്കുന്ന സിനിമയായിട്ടും എമ്പുരാൻ റിലീസിന് മുന്നേ മറിക്കഴിഞ്ഞിരിക്കുകയാണ്. ചിത്രത്തിന്റെ 57 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആയിരുന്നു ഈ വർഷത്തിൽ എമ്പുരാന് മുന്നേ ഉള്ള ടോപ്പ് കളക്ഷൻ നേടിയെടുത്ത ഈ വർഷത്തെ സിനിമ. അപ്പോൾ ആ രേഖ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ ഏകദേശം 1 മാസത്തോളം തിയേറ്ററുകളിൽ ഓടിയ സിനിമയുടെ ഫൈനൽ കളക്ഷനാണ് എമ്പുരാൻ റിലീസിന് മുന്നേ മറികടന്നിരിക്കുന്നത്. ഇതിനിടയിൽ ലാലേട്ടൻ പോലെ തന്നെ ഇൻഡസ്ട്രിയിലെ മറ്റൊരു വലിയ താരമാണല്ലോ നമ്മുടെ മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിയുടെ കഴിഞ്ഞ വർഷം തിയേറ്ററുകളിലേക്ക് എത്തിയ പോസിറ്റീവ് അഭിപ്രായം ലഭ്യമായ 50 കോടിയിലധികം കളക്ഷൻ പിന്നിട്ട സിനിമയാണല്ലോ ഭ്രമയുഗം. സിനിമ 58 കോടി ഫൈനലായിരുന്നു നേടിയെടുത്തത്. ആ കളക്ഷനും ഇപ്പോഴത്തെ എമ്പുരാൻ വെറും പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് മറികടന്നിരിക്കുകയാണ്. ഇതിനിടെ ലാലേട്ടന്റെ നെഗറ്റീവ് അഭിപ്രായം ലഭ്യമായ സിനിമകളിൽ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയെടുത്ത വേൾഡ് വൈഡ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഒടിയനാണല്ലോ. 54 കോടിയായിരുന്നു സിനിമയുടെ 2018 ഫൈനൽ വേൾഡ് വൈഡ് കളക്ഷൻ. ആ കളക്ഷനും ഇപ്പോഴത്തെ പ്രീസെയിൽ കളക്ഷൻ കൊണ്ട് എമ്പുരാൻ മറികടന്നിരിക്കുന്നു. ഒരുപക്ഷെ എമ്പുരാന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ഗ്രോസ് ഒടിയന് മുകളിലാകും എന്നാണ് നിലവിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. ഇതേപോലെ മറ്റൊരു നേട്ടത്തിലേക്ക് വരികയാണെങ്കിൽ ലൂസിഫർ എന്ന സിനിമയുടെ ആകെ ബഡ്ജറ്റ് 35 കോടിയാണല്ലോ. ഇപ്പോഴത്തെ എമ്പുരാൻ ലൂസിഫറിന്റെ ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ കളക്ഷൻ ആദ്യ ദിവസം പ്രീസെയിൽ കൊണ്ട് മാത്രം നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ലൂസിഫറിന്റെ ബഡ്ജറ്റിനേക്കാൾ ഇരട്ടിക്ക് മുകളിലെ കളക്ഷൻ ആദ്യ ദിവസം തന്നെ എമ്പുരാൻ നേടിയെടുത്താൽ അത്ഭുതപ്പെടാനായിട്ടില്ല. അങ്ങനെ ആകെ മൊത്തം എമ്പുരാന്റെ ഒരു വമ്പൻ നേട്ടങ്ങളുടെ ബോക്സ് ഓഫീസ് പവറിന്റെ വാർത്തകളാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും അടുത്ത മണിക്കൂറുകളിൽ വരാനിരിക്കുന്നത് അടുത്ത വമ്പൻ പ്രീസെയിൽ റിപ്പോർട്ടുകൾ തന്നെയാണ്. കാത്തിരിക്കൂ അവ കേൾക്കുവാനായിട്ട്, അറിയുവാനായിട്ട്.